ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടില്ലേ, വലിയൊരു സങ്കടം പറയാനാണ് ഞാൻ നിങ്ങളോട് വന്നിട്ടുള്ളത്. ഇന്നലത്തെ മഴക്ക് എൻ്റെ ടെറസിലെ കൃഷിയെല്ലാം നശിച്ചുപോയി. നശിച്ചെന്ന് പറയാൻ പറ്റില്ല, പന്തല് കെട്ടിയതൊക്കെ കാറ്റിന് എല്ലാം മറിഞ്ഞു കിട്ടി വീണു. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും ഒക്കെയാണ് ഞാൻ തനിയെ തന്നെയാണ് ഈ പന്തലൊക്കെ വലിച്ചു കെട്ടുക ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പം രാവിലത്തെ പാതിരാത്രിയിലുള്ള കാറ്റ് കൊണ്ടോ എന്താന്ന് അറിഞ്ഞൂടാ, എങ്ങനെയാന്ന് അറിഞ്ഞൂടാ, ഇതൊക്കെ മൊത്തം ചട്ടിയും ഗ്രോ ബാഗും എല്ലാം തട്ടി വീണിട്ടുണ്ട് നിലത്ത്. എന്താ സംഭവിച്ചെന്നൊന്നും അറിഞ്ഞൂടാ. വലിയ സങ്കടമായി പോയി കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോന്നേ ഇതായി വന്ന് ലാസ്റ്റ് നമ്മളിതെല്ലാം ഒറ്റയടിക്ക് തകർന്നു പോകുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവൂലേ, അതുപോലെയാണ് എനിക്ക് ഉണ്ടായത്. രാവിലെ തന്നെ കയറി വന്നപ്പോ കണ്ട അവസ്ഥയാണ് ഇതൊക്കെ. എന്ത് ചെയ്യാനാ ഗൈസ്, വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി. മൊത്തം ഗ്രോ ബാഗും പിന്നെ ചട്ടിയും എല്ലാം മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. മണ്ണൊക്കെ നിലത്ത് ആയിട്ടുണ്ടായിരുന്നു കുറെ എണ്ണത്തിൻ്റെത്. പിന്നെ മേലെ കിട്ടിയ പന്തലും ഒക്കെ പൊട്ടി വീണു. വല്ലാത്തൊരു വിഷമത്തിലായിപ്പോയി. എന്ത് ചെയ്യാനാ, ഇങ്ങനെയും ഉണ്ടാവും അല്ലേ. എല്ലാ പരീക്ഷണങ്ങളും മറികടന്നേ നമുക്ക് വിജയത്തിലെത്താൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു പാഠമാണ്. നമ്മള് പന്തല് കെട്ടിയതിൻ്റെ ഒക്കെ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മള് കമ്പി ഉപയോഗിച്ചിട്ടൊന്നല്ല നമ്മള് പന്തല് കെട്ടിയത്. പിന്നെ ആദ്യം നമ്മള് കമ്പി, സാധാ വാർപ്പിന്റെ കമ്പി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വെൽഡ് ചെയ്തിട്ട് ഒരു തുണി പോലെ കൊടുത്തതാ. എന്നിട്ട് അതിൽ PVC പൈപ്പ് ഇറക്കിയിട്ട് അതിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തതാണ് 4 മൂലയിലും. പിന്നെ ഇടക്കിടക്കൊക്കെ കമ്പും പൈപ്പും എല്ലാം വെച്ചിട്ട് കുത്തു കൊടുത്തിട്ടാണ് ഈ പന്തൽ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ കമ്പൊക്കെ ഓടി പൊട്ടി വീണു. മൊത്തം സൈഡിൽ കെട്ടിയ പായാണത്, അതൊക്കെ പോയി. പിന്നെ ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് വേറെ ഒന്നുമല്ല, ഞാൻ ടാർപ്പായ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പന്തലിന്റെ മുകളിലായിട്ട് ടാർപ്പായ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതില് വെള്ളം നിറഞ്ഞിട്ടാണോ അതിന്റെ വെയിറ്റ് കാരണമാണോ ഒന്നും അറിയില്ല ഇത് പൊട്ടി വീണത്. അതിൽ നിറയെ വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ടാർപ്പായല്. അപ്പൊ അതിന്റെ വെയിറ്റ് കൂടുതലായത് കൊണ്ടാണോ ഇത് പൊട്ടി വീണതെന്ന് അറിഞ്ഞൂടാ. എന്നാലും എന്തോ ഒരു വിഷമമായി പോയി കണ്ടിട്ട്. സാരമില്ല, ഇനി ആ ടാർപ്പായി കെട്ടാണ്ട് ഞാൻ പിന്നെ ഈ ഇവിടെ പടവലം അങ്ങനെയുള്ള കുറച്ച് വള്ളി കയറുന്നത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ പുഴുവിന്റെ ശല്യം കൂടുതലാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ മഴ തട്ടുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ പുഴു കൂടുതലായിട്ട് വരുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ടാർപ്പായ ഉള്ളതൊന്ന് കെട്ടിക്കൊടുത്തത്. അപ്പം അതില് വെള്ളം നിറഞ്ഞിട്ടാണോ ഇങ്ങനെയൊന്നും അറിഞ്ഞൂടാ, അത് പൊട്ടി വീണിട്ടുണ്ട്. മൊത്തം എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊന്നേ തുടങ്ങുന്ന പോലെ ആവണം. ഇനി ഒരു കാര്യം ചെയ്യണം, ആ ടാർപ്പായ അയച്ചു മാറ്റിയിട്ട് സാധാ എങ്ങനെങ്കിലും ഇപ്പൊ മഴ കഴിയുന്നവരെ ഇങ്ങനെ ഒപ്പിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് ഈ ടെറസിന്റെ മുകളിൽ നിന്ന് കളിക്കാൻ പറ്റില്ല, വെഴുക്കലുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ കളിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെങ്കിലും ഇനിയിപ്പോ ഇടക്കെല്ലാം കമ്പി കൊടുത്തിട്ട് ഈ കമ്പെല്ലാം ഒഴിവാക്കി എന്തെങ്കിലും കമ്പിയോ മറ്റേ 4 മൂലയിലും അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ പന്തലൊരുക്കണം. എന്തൊക്കെയോ ഇതില് നമ്മളെ വെള്ളരിന്റെയും എല്ലാത്തിന്റെയും കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വഴുതനയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. തക്കാളിന്റെ ഒക്കെ മൊത്തം ഗ്രോ ബാഗെല്ലാം മറിഞ്ഞു കെട്ടി വീണു. ഒരു തക്കാളി അവിടെ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി ഇതെല്ലാം മൊത്തമായിട്ടൊന്ന് ലെവലാക്കി എടുക്കണം. ഇത് നമ്മളെ പാഷൻ ഫ്രൂട്ടാണ്. ഇതും ഇതുപോലെ കാണില്ലേ, പൈപ്പ് ഒടിഞ്ഞു വീണിട്ടുണ്ട്. 2 പൈപ്പ് ജോയിന്റ് ചെയ്തിട്ട് അത് കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇത് മണ്ടത്തരമൊന്നുമല്ലാതെ ഒന്നും പറയാനില്ല. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മള് കൃഷി ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നല്ല ഉറപ്പുള്ള പന്തല് കൊടുക്കണം. നാല് മൂല, വലിയ ടെറസ് ആണെങ്കിൽ നമ്മൾ നാല് മൂലയിലും പിന്നെ നടുഭാഗത്തായിട്ട് വരുന്നിടത്തും പിന്നെ സെൻട്രലും ആയിട്ടെല്ലാം പൈപ്പ് ഉണ്ടല്ലോ, ഇരുമ്പിന്റെ പൈപ്പ് കൊടുത്തിട്ട് ഒന്നെങ്കിൽ സൈഡ് ഫുള്ളായിട്ട് പിന്നെ പൈപ്പിനെ കൊണ്ട് വെൽഡ് ചെയ്യാം, അല്ലെങ്കിൽ സെൻട്രലും സൈഡിലും നാല് മൂലയിലായിട്ട് പൈപ്പ് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും പിന്നെ മറ്റേ ഇതിന്റെ വയറുണ്ടാവുമല്ലോ, കേബിളിന്റെ വയറ്, അതാണ് ഞാൻ ചുറ്റും കെട്ടിക്കൊടുത്തത്. വയറ് നല്ല സ്ട്രോങ് ഉള്ളതായിരുന്നു, പക്ഷെ അതിന്റെ കുത്ത് കൊടുത്തതാണ് ആകെ മിസ്റ്റേക്ക് ആയത്. അപ്പൊ ഇനിയിപ്പം മഴ കുറച്ച് അങ്ങോട്ടായിട്ടാകുമ്പോ പണിക്കാരെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യിക്കണം. നമുക്ക് എന്തായാലും കൃഷി ചെയ്യാണ്ടിരിക്കാനും പറ്റൂലല്ലോ. നമുക്ക് വിഷടിക്കാത്ത പച്ചക്കറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ആയിന്ന് വിചാരിച്ചിട്ട് തളർന്നു പോകാനേ പാടില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോകണം, അതാണ് വിജയം. അപ്പം ഇതെല്ലാം ഒന്ന് ക്ലിയറാക്കി എടുക്കണം. പിന്നെ ഇവിടെ ഈ സൈഡ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പന്തൽ കൊടുത്തതാണ് കേട്ടോ, മഴമറ കൊടുത്തതാണ്. എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായ ഒരു ഇതാണ് കേട്ടോ പന്തല്, മഴമറേന്റെ ഒരു ചാക്കാണിത്. അത് ഞാൻ ഇവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ടാർപ്പായ കെട്ടിയതാണ് ആകെ മിസ്റ്റേക്ക് പറ്റിയത്. വേറെ ഈ പച്ച നെറ്റ് അത്ര വെയിറ്റ് ഉള്ളതല്ല, അങ്ങനെ വെള്ളം അങ്ങനെ മേൽഭാഗം നിൽക്കൊന്നുമില്ലല്ലോ, അത് അങ്ങനെ ഒഴുകി പോവല്ലോ. പിന്നെ ഈ കാന്താരിന്റെ എല്ലാം പൂക്കൾ കൊഴിഞ്ഞു പോകുന്നോണ്ട് അതിന് മഴമറ സെറ്റപ്പ് ചെയ്തു കൊടുത്തതാണ്. അപ്പൊ ഇതൊക്കെയാണ് ടെറസിന്റെ അവസ്ഥ ഉള്ളത്. ഇനിയിപ്പോ ഇതെല്ലാം ഞൊടിയിടയിൽ മാറ്റിയെടുക്കണം. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ആ ടാർപ്പായ അയച്ചു മാറ്റി, എന്നിട്ട് സൈഡില് ആ കുത്തു കൊടുത്തതൊക്കെ ലെവലാക്കി നിർത്തിയിട്ട് പന്തലില് ഇപ്പൊ താൽക്കാലികമായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കാറ്റും മഴയും ഉണ്ടെങ്കിൽ ഇനി ആദ്യം വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ ഇങ്ങനെ നിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പം PVC പൈപ്പ് അല്ല, നമ്മളെ സ്ക്വയർ പൈപ്പ് ഇല്ലേ, ഇരുമ്പിന്റെ സ്ക്വയർ പൈപ്പ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന ആളെ കൊണ്ട് വന്നിട്ടോ ഒന്ന് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ പൈപ്പ് വാങ്ങിയിട്ടാകുമ്പോ സൈഡില് പിന്നെ ക്ലാമ്പ് ഉണ്ടാവുമല്ലോ, ക്ലാമ്പ് അടിച്ചിട്ട് ആണി അടിച്ചിട്ട് മറ്റോ നിർത്തി കൊടുക്കാൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ചെയ്യണം. പിന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടി. അതിന്റെ ഒന്നും ചെയ്യുന്നതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പൊ എല്ലാം ഇതുപോലെ എല്ലാം പച്ച ചക്കൊക്കെ ഞാൻ വലിച്ചു കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്താന്ന് നോക്കാം. ഇതുണ്ടോ, നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതായിട്ടുണ്ട് കേട്ടോ, പൂത്തിട്ടുണ്ട്. ഒന്നായിട്ടുണ്ട്, പിന്നെ അടുത്തത് 2 പൂവിട്ടിട്ടുണ്ട്. ഇനിയും ഇതിൽ ആവുന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോ ഇപ്പൊ ടെറസിന്റെ അവസ്ഥ ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നോക്കാം. കുറച്ച് വിളവെടുപ്പും കൂടി നടത്തിയിട്ടുണ്ട് കേട്ടോ, പയറും പിന്നെ മുള്ളൻ വെള്ളരിയാന്ന് തോന്നുന്നത്. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. വിത്ത് ഞാൻ വാങ്ങിയതാണ്, പക്ഷെ അതെന്ത് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ വിത്തിട്ടിട്ട് ഇങ്ങനെ ആയതാണ്. ഇതൊന്ന് പറയണേ, ആർക്കെങ്കിലും അറിയോ? അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ ഇങ്ങനൊരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ, ശ്രദ്ധിക്കുക. നല്ല ഉറപ്പുള്ള പന്തലൊക്കെ കെട്ടിക്കൊടുക്കുക. കൃഷി ചെയ്യുന്നവര് കൃഷി ഒരിക്കലും മതിയാക്കരുത് കേട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.